സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായി വരുന്ന എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റുണ്ട്. ആ തെറ്റാണ് എന്താണെന്നറിയോ? അതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവൻ ട്രേഡ് ചെയ്തു തുടങ്ങും, അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ വരുന്നവനോ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങും. എന്നിട്ട് രണ്ടിലും പൈസ കൊണ്ട് കളയും. ഇത് ഒരാൾ മാത്രമല്ല, തുടക്കക്കാർ എല്ലാവരും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മണ്ടത്തരമാണിത്. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ഇതിന് രണ്ടാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെയും. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇൻവെസ്റ്റിംഗ് എന്താണ്, ട്രേഡിംഗ് എന്താണ്, ആരാണ് ഒരു ഇൻവെസ്റ്റർ, ആരാണ് ഒരു ട്രേഡർ, അതുപോലെ തന്നെ നമുക്ക് അനുയോജ്യമായത് എന്താണ്, നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിലൂടെ പണം എങ്ങനെ സമ്പാദിക്കാം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനിക്കും മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണോ അതോ ഒരു ട്രേഡർ ആണോ. നിങ്ങൾ തിരുവനന്തപുരം ടൗണിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുന്നത് 10 വർഷം കഴിഞ്ഞിട്ട് ആ വസ്തുവിന് എന്ത് വില കിട്ടാനാണ് സാധ്യത. കാരണം തിരുവനന്തപുരത്ത് ഇപ്പോൾ പുതിയ മെട്രോ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം മെട്രോ ഒരു 5 വർഷം കൊണ്ട് മെട്രോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വസ്തുവിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ത് വിലയായിരിക്കും, അല്ലെ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആ വസ്തുവിന് എന്ത് വില കിട്ടാൻ സാധ്യതയുണ്ടോ. അത് നല്ല വില കിട്ടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ 5-10 വർഷം കഴിഞ്ഞാണ് നമ്മൾ അതിനെ വിൽക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളൊരു നിക്ഷേപകൻ ആണെന്നാണ്. പക്ഷെ അതേ സമയത്ത് മറ്റൊരാൾ വരികയാണ്. അയാൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 അല്ലെ 6 മാസത്തിനുള്ളിൽ വെച്ച് ഈ വസ്തുവിന് എന്ത് വില കൂടാൻ സാധ്യതയുണ്ടെന്ന് അയാൾ നോക്കും. അതിൽ 6 മാസം കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ ചെറിയൊരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ വിറ്റൊഴിഞ്ഞു പോകും. ഇങ്ങനെയുള്ള മെന്റാലിറ്റി കൊണ്ട് വരുന്ന ആളിനെയാണ് നമ്മൾ ട്രേഡിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അയാൾ ഒരു ട്രേഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അസറ്റ് രണ്ടും ഒന്നാണ്, സെയിം അസറ്റ് ക്ലാസ് ആണ്, പക്ഷെ മനോഭാവം രണ്ടാണ്, മെന്റാലിറ്റി രണ്ടാണ്. ഇതിലൂടെയാണ് നമ്മൾ ഒരു ട്രേഡർ ആണോ ഒരു ഇൻവെസ്റ്റർ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല കമ്പനിയെ തിരഞ്ഞെടുത്തതിന് ശേഷം ദീർഘകാലം അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ കാത്തിരുന്ന് അതിൽ നിന്നും സമ്പാദിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഇൻവെസ്റ്റർ ചോദിക്കുന്ന ചോദ്യം, ഈ കമ്പനി വളരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ കമ്പനി എവിടെയായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ കമ്പനിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും ഒരു ഇൻവെസ്റ്റർ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അയാൾ എന്നും രാവിലെ എണ്ണീറ്റ് അതിന്റെ ചാർട്ട് നോക്കിയിരിക്കാറില്ല, അതിന്റെ പ്രകടനം നോക്കിയിരിക്കാറില്ല, അതിന്റെ ന്യൂസ് നോക്കിയിരിക്കാറില്ല. അയാൾ എപ്പോഴും ചെയ്യുന്നത് അയാളുടെ ലോങ് ടേം വ്യൂ ആണ്. അപ്പോൾ ലോങ് ടേം വ്യൂയിലേക്ക് അയാൾ 5-10 വർഷത്തേക്ക് ഒരു ഹൊറിസൺ സെറ്റ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം സമ്പാദിക്കുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ട്രേഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അയാൾ 5 വർഷത്തെയോ 10 വർഷത്തെയോ അതിന്റെ പ്രകടനത്തെ വിലയിരുത്താൻ പോകത്തില്ല. അയാൾ നോക്കുന്നതാണ് ഈ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും, ആഴ്ചയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇതിനെ മനസ്സിലാക്കി ഒരു ചെറിയ ടൈമിലേക്ക് വേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അയാളുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ വളരെ ചെറുതായിരിക്കും. ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അയാൾ പെട്ടെന്ന് ഇറങ്ങുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പെർഫോമൻസ് ഒന്നും ഒരു വലിയ വിഷയമേ അല്ല. അയാൾ ലോങ് ടൈമിൽ എന്തൊക്കെ ചെയ്യും, ഈ കമ്പനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഒന്നും നോക്കിയിരിക്കത്തില്ല. അയാൾ നോക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കി പെട്ടെന്ന് കയറുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങും. ഇതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു ട്രേഡർ ചെയ്യുന്നത് 1000 രൂപയിൽ വാങ്ങിച്ച ഒരു ഷെയർ 1020 അല്ലെ 1030 ആകുമ്പോഴത്തേക്ക് തന്നെ അയാൾ അതിൽ നിന്നും ബുക്ക് ചെയ്തിറങ്ങും. ഇനി ഒരു ഇൻവെസ്റ്ററും ട്രേഡറും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ദീർഘകാലത്തിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ ഒരു കമ്പനിയെ പഠിക്കുക എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡേറ്റ നോക്കി അതിനൊരു അനാലിസിസ് നടത്തും. അതിനെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി അയാൾ അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തം പഠിച്ചതിന് ശേഷമായിരിക്കും അയാൾ ഒരു കമ്പനിയിലേക്ക് നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ വ്യൂ ലോങ് ടൈം ആയതുകൊണ്ട് അയാൾ ചെറിയ വിലയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഒന്നും അയാളെ ബാധിക്കത്തില്ല. അയാൾക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപകർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളിപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സ്റ്റോക്ക് ആയിരിക്കും ചിലപ്പോൾ 1000-ൽ നിന്നും ചിലപ്പോൾ 100 രൂപ ഇടിഞ്ഞ് 900-ലേക്ക് വരും. അപ്പോഴും അയാളുടെ വ്യൂ വലുതായതുകൊണ്ട്, വലിയ ലോങ് വ്യൂ ആയതുകൊണ്ട് അയാൾക്ക് ചെറിയ ഫ്ലക്ച്വേഷൻ ഒന്നും അയാളെ ബാധിക്കത്തില്ല. അയാളുടെ വ്യൂ എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ ആണ്. അപ്പൊ ഇതാണ് ഒരു ഇൻവെസ്റ്ററുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രേഡർ എന്താ ചെയ്യുന്നത് നോക്കാം. ട്രേഡർ എപ്പോഴും ചിന്തിക്കുന്നത് ഷോർട്ട് ടൈമിലായിരിക്കും. കാരണം അയാളുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം വ്യൂ ആണ്. കാരണം ഒരു 1000 രൂപയിൽ നമ്മൾ വാങ്ങിച്ച ഷെയർ 1020 അല്ലെങ്കിൽ 30 ആകുമ്പോൾ അതിനെ വിറ്റ് കഴിഞ്ഞ് അതിൽ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഒരു ട്രേഡറിനുള്ളത്. അയാൾ ഒരിക്കലും ഫണ്ടമെന്റൽ ഡേറ്റ ഒന്നും പഠിക്കാൻ പോകത്തില്ല. അയാൾ നോക്കുന്നത് ജസ്റ്റ് ചാർട്ട് ആയിരിക്കും. ചാർട്ടിനകത്ത് അതിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ഒരു അനുമാനത്തിൽ എത്തിയതിനു ശേഷം അയാൾ അതിന്റെ ബേസിലായിരിക്കും ട്രേഡിൽ കയറുന്നതും അതുപോലെ തന്നെ ട്രേഡിൽ നിന്ന് ഇറങ്ങുന്നതും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ
ടെക്നിക്കൽ അനാലിസിസ് ആയിരിക്കും അയാൾ ഒരു കമ്പനിയെ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ ഉപയോഗിച്ചത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡർ ഉപയോഗിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് അല്ല, അയാൾ ഉപയോഗിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പിന്നെ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതായത് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരാളിന് മാത്രമേ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ക്ഷമയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഒന്നും അയാൾക്ക് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വെൽത്ത് ക്രിയേഷൻ അല്ല അയാളുടെ ലക്ഷ്യം. അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥിരമായ ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ആണ് അയാളുടെ ലക്ഷ്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കാണ് റിസ്ക് കൂടുതലുള്ളത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് റിസ്കിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനെ സംസാരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്തും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്ററും ട്രേഡറും എടുത്തു നോക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ റിസ്ക് എന്നൊരു ചോദ്യമുണ്ട്. സാധാരണ ആൾക്കാർ പറയുന്ന ഒരു രീതിയുണ്ട്, ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് വളരെ കുറവാണെന്ന്. ഒരു കണക്കിന് ശരിയാണ്, ട്രേഡേഴ്സിനാണ് റിസ്ക് കൂടുതൽ വരാനുള്ള സാധ്യത. അങ്ങനെ വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. അപ്പോൾ 1 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള എനിക്ക് 2 ലക്ഷം രൂപയുടെ വരെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ബ്രോക്കർ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ആ 1 ലക്ഷം രൂപ ക്യാപിറ്റലിന്റെ ബേസിൽ എനിക്ക് 1 ലക്ഷം രൂപ കൂടി ലോണായിട്ട് തരും. അതിനെ ലീവറേജ് എന്നാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഷയിൽ വിളിക്കുന്നത്. അപ്പൊ ലീവറേജ് എടുത്ത് ഞാൻ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും അവിടെ റിസ്ക് ഉണ്ടായിരിക്കും. ട്രേഡിംഗ് റിസ്കി ആവുന്നതിന് മറ്റൊരു കാരണമാണ് നമ്മൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ഇമോഷന്റെ ബേസിലായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഇമോഷന്റെ ബേസിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തീർച്ചയായും നമുക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ട്രേഡിംഗ് എപ്പോഴും റിസ്കി ആണെന്ന് പറയുന്നത്. പിന്നെ ട്രേഡിംഗിൽ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് പാലിക്കേണ്ടി വരും. സ്റ്റോപ്പ് ലോസ് SL എന്ന് പറയും. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുന്നത് 1000 രൂപയ്ക്കായിരിക്കും. അപ്പൊ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മൾ 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഈ ഷെയർ നമ്പർ 950 രൂപ വരെ താഴേക്ക് വരികയാണെങ്കിൽ 50 രൂപ ലോസിൽ നമ്മൾ ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ 1000-ന് വാങ്ങിച്ച ആ ഒരു സ്റ്റോക്ക് 950 വരുമ്പോൾ 50 രൂപ ലോസിൽ ഞാൻ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യും. എന്നാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം ഈ 50 രൂപയുടെ ഫ്ലക്ച്വേഷൻ ഒന്നും അയാളെ വലുതായിട്ട് ബാധിക്കത്തില്ല. കാരണം അയാൾക്കറിയാം 5 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്ക് എവിടെ വരെ പോകാൻ സാധ്യതയുണ്ടെന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അയാൾ അതിനകത്ത് പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡർ 950 വരുമ്പോൾ എക്സിറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അവിടെ ലോസ് ബുക്ക് ചെയ്യുകയാണ്. അങ്ങനെ ലോസ് ബുക്ക് ചെയ്യുന്നതിലൂടെ അയാൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ട്രേഡിംഗിൽ റിസ്ക് കൂടുതലാണെന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടൈം എന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ ഒരു കൂട്ടാളിയായിരിക്കും, ഒരു ഫ്രണ്ട് ആയിരിക്കും. കാരണം ഒരു കമ്പനിക്ക് എക്സ്പോണൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ടൈം വേണം, സമയമെടുക്കും. ഈ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആ കമ്പനിക്ക് വളരാനുള്ള സമയം കൊടുത്തെങ്കിൽ മാത്രമേ കമ്പനിക്ക് വളരാൻ പറ്റൂ. അപ്പോൾ അത്രയും നാൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ട്രേഡിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിംഗ് എന്ന് നോക്കുമ്പോൾ ഇൻവെസ്റ്റിംഗ് ആണ് കുറച്ചുകൂടി റിസ്ക് കുറവുള്ളത്. അപ്പോൾ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കത്തിൽ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിംഗിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിംഗ് ചെയ്ത് അതിൽ നിന്ന് ചെറിയ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്കില്ല് വളർത്തിയതിന് ശേഷം നമുക്ക് ആ പൈസ ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇൻവെസ്റ്ററും ട്രേഡും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റർ ചിലപ്പോൾ ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുന്നത് ചിലപ്പോൾ 1 മാസം കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും എന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാറുള്ളത്, പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രേഡർ എന്നും രാവിലെ ചാർട്ട് നോക്കണം, എന്നും രാവിലെ മാർക്കറ്റിന്റെ ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാഷണൽ ന്യൂസിൽ അപ്ഡേറ്റ് ആയിരിക്കണം, അവരുടെ ജിയോ പൊളിറ്റിക്കൽ ന്യൂസിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം പ്രൊഫഷൻ പോലെയാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും ഒത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആവാൻ കഴിയത്തുള്ളൂ. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇനി നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതായത്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ? നിങ്ങൾക്ക് മാർക്കറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇല്ലയോ? അതോ നിങ്ങളുടെ വീക്ഷണം എന്ന് പറയുന്നത്, വ്യൂ എന്ന് പറയുന്നത് ലോങ് ടൈം വ്യൂ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അടുത്ത 2 എന്ന് പറയുന്നത്, മാർക്കറ്റിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരാളാണോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് മാർക്കറ്റിലും ചാർട്ട് നോക്കിയിരിക്കുന്നതിലും കൂടുതൽ താല്പര്യമുള്ള ഒരാളാണോ? ചാർട്ടിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെ ചാർട്ടിനെ എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണോ?
നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു റിസ്കി ഗെയിമാണ്. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഈ കാര്യങ്ങളെല്ലാം ഒത്തുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് സമപ്പ് ചെയ്ത് നോക്കാം. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാനുള്ള മാർഗമാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നതോ ഷോർട്ട് ടേമിലൂടെ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്. ഇൻവെസ്റ്റർ കമ്പനിയെ പഠിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഒരു ട്രേഡർ ചെയ്യുന്നതോ ചാർട്ടിനെയാണ് പഠിക്കുന്നത്. ഇൻവെസ്റ്ററിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ്. ലോങ് ടേമിലേക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയാണ് വേണ്ടത്. എന്നാൽ ഒരു ട്രേഡറിന് വേണ്ടതോ നല്ല ഡിസിപ്ലിനാണ്. ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാളിന് മാത്രമേ നല്ലൊരു ട്രേഡർ ആവാൻ കഴിയത്തുള്ളൂ. ഇനി ഇതിൽ ഏതാണ് നല്ലതെന്നല്ല നിങ്ങളുടെ ചോദ്യം. അതിനുള്ള ഉത്തരവാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നന്നായി തിരിച്ചറിയുക. അതിനുശേഷം നിങ്ങളുടെ ദീർഘകാലത്തിലുള്ള വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.